ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ വളർത്തുപക്ഷികളെ ഇന്ന് നശിപ്പിക്കും. രാവിലെ 10:30-ഓടെ കള്ളിംഗ് നടപടികൾ തുടങ്ങും. വിവിധ ദ്രുതകർമ്മസേനാ ടീമുകളെ നിയോഗിച്ച് പ്രദേശത്തെ മുഴുവൻ വളർത്തുപക്ഷികളെയും നശിപ്പിക്കാനാണ് തീരുമാനം. എടത്വ പഞ്ചായത്തിലെ 1-ാം വാർഡിലും ചെറുതന പഞ്ചായത്തിലെ 3-ാം വാർഡിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ആക്ഷൻ പ്ലാൻ പ്രകാരം രോഗബാധയുണ്ടായ പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവുള്ള വളർത്തുപക്ഷികളെ കൊന്നൊടുക്കണം. ഇത് പാലിച്ചാണ് ഇന്ന് നടപടികൾ ആരംഭിക്കുന്നത്. കള്ളിംഗ് ജോലികൾക്കായി നിയോഗിച്ച ദ്രുതകർമ്മ സേനാംഗങ്ങൾക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വെച്ച് രാവിലെ നിർദ്ദേശങ്ങൾ നൽകും. അതിനുശേഷം വിവിധ ടീമുകളായി തിരിഞ്ഞ് രോഗബാധിത മേഖലകളിലേക്ക് പോകും. ഗ്രാമപഞ്ചായത്തുകൾ നിർദ്ദേശ സ്ഥലങ്ങളിൽ വെച്ചാണ് കള്ളിംഗ്. എടത്വയിലെ വരമ്പിനകത്തെ കർഷകന് മാത്രം 7500-ഓളം താറാവുകളുണ്ട്. ജില്ലയിലാകെ ഏതാണ്ട് 15,000-ഓളം വളർത്തു താറാവുകളെ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടി വരുമെന്നാണ് കണക്ക്. കള്ളിംഗ് നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കും. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റി അടക്കം 27 തദ്ദേശ സ്ഥാപന പരിധിയിൽ താറാവ്, കോഴി എന്നിവയുടെ മുട്ട, ഇറച്ചി വിൽപ്പന നിരോധിച്ചു. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി, വാഴപ്പള്ളി പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലയിലെ കടപ്ര, നെടുമ്പ്ര, പെരിങ്ങര, നിരണം എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലും താറാവ്, കോഴി, കാട, മറ്റ് വളർത്തുപക്ഷികൾ എന്നിവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിൽപ്പനയും കടത്തിലും നിരോധിച്ചിട്ടുണ്ട്. ഈ മാസം 25 വരെയാണ് നിരോധനം. ഈ പ്രദേശങ്ങളിൽ വിൽപ്പനയും കടത്തിലും നടക്കുന്നില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തണം. റിപ്പോർട്ടർ, ആലപ്പുഴ.